ജീവനാണോ മരണമാണോ തിരഞ്ഞെടുക്കേണ്ടി വരിക എന്നൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തുകൊണ്ട് തിരഞ്ഞെടുക്കരുത്? പെണ്ണ് റിയാക്ട് ചെയ്യാതിരുന്നപ്പോഴാണ് ഡൽഹിയിൽ പീഡനം സംഭവിച്ചത്. പെണ്ണ് റിയാക്ട് ചെയ്തപ്പോൾ ഇവിടെ നടന്നതോ FIR കേസ്. അപ്പോൾ പെണ്ണിന് സുരക്ഷിതത്വം ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സമൂഹം ഒരിക്കലും പെണ്ണിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഈ അടച്ചു പറയരുത്. അതായത് സമൂഹം നിങ്ങളെ സപ്പോർട്ട്, ഈ മാധ്യമങ്ങൾ മുഴുവൻ ഈ പെൺകുട്ടിക്ക് പിന്തുണയല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര ഈ ചർച്ച പോലും എന്താ ഒരു ഇൻഡയറക്റ്റ് എൻഡോഴ്സ്മെന്റും പിന്തുണയാണ്. ഇവിടെ ഇരുന്ന എല്ലാവരും അമൃതയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കുമാരി അമൃത റിയാക്ട് ചെയ്ത് 100% ശരി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് അമൃതയ്ക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും അമൃത അത് റിയാക്ട് ചെയ്തു. അത് 100% ശരിയായിരുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന കേസിനെ സംബന്ധിച്ച് ഇത്രയും ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് അത് ഫേസ് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അമൃതയുടെ പിറകിലുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ വന്ന ചില ചർച്ചകളിൽ വന്നത് സ്ത്രീകളുടെ വേഷമാണ് അക്രമങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ്. ആ ഒരു രീതിയിൽ ഫീമെയിൽ ഷോവനിസ്റ്റുകൾ അംഗീകരിക്കില്ല. ഇല്ല, ഇതിന്റെ പ്രശ്നം രണ്ട് കാര്യമുണ്ട്. സാറ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പലരും ഓവർലുക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇതിലൊരു വാല്യൂ എഡ്യൂക്കേഷൻ ഇതുണ്ട്. ശ്രീ രജത് കുമാർ പറഞ്ഞ പോലെ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നല്ല, പക്ഷേ എല്ലാവരും കോമൺലി എഗ്രി ചെയ്യുന്നൊരു കൺസെൻസസ്, ധാർമ്മികത എന്ന് മാത്രമേ എന്നെ വിളിക്കുന്നുള്ളൂ, എത്തിക്സ് ബേസ് ചെയ്തുള്ള കാര്യം. എന്തുകൊണ്ട് ഈ ക്രൈമുകൾ നടക്കുന്നു? ഈ നിയമം പേടിച്ച് ക്രൈം ചെയ്യുന്നവരുടെ, ഡിറ്റർ ചെയ്യുന്നവരുടെ എണ്ണം കുറവായിരിക്കും. ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രപ്പോർഷൻ കുറയും. ഒന്ന് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? അയ്യോ, തീർച്ചയായും പുരുഷന്മാർക്ക് സംശയമുണ്ടോ? ലോകത്തെ 99% സെക്ഷുവൽ ക്രൈംസും ചെയ്യുന്ന ആണ് പെണ്ണിനോടാണ്. എന്തുകൊണ്ടാണ് തിരിച്ചല്ലാത്തത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റാണ്. ഈ റേപ്പുകൾ നടക്കുന്നതും സെക്ഷുവൽ ക്രൈം നടക്കുന്നതും 99% ഈസ് ബൈ മെയിൽ ടു ഫീമെയിൽസ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി, മനഃശാസ്ത്രപരമായ റീസൺസ് ഉണ്ട്, സെക്ഷുവൽ ഡയമെൻഷൻസിലെ റീസൺസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു വാല്യൂ എഡ്യൂക്കേഷൻ വേണം. അത് പുരുഷന്റെ പ്രശ്നം തന്നെയാണ്, അല്ലെന്ന് ആരും പറയുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എത്തിക്സിനെ കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ കൊടുക്കണമെന്ന് തന്നെയാണ് സമൂഹം സുരക്ഷായ സമൂഹം ഉണ്ടാവാനുള്ള ഒരു കാരണം. സ്ത്രീക്ക് കൊടുക്കേണ്ട പാഠം എന്താണ്? സ്ത്രീ എന്താണ് പഠിപ്പിക്കേണ്ടത്? പുരുഷനാണ് ഇതിൽ യഥാർത്ഥത്തിൽ വലിയ പ്രതി എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വം എന്നുള്ള പദം ഉപയോഗിച്ചില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണക്കുകളും പുരുഷൻ സ്ത്രീകൾക്ക് ഇതെല്ലാം പറയണം. ഇതിൽ ഐഡിയൽ കോൺസെപ്റ്റ് സ്ത്രീയെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്ത്രീ പഠിക്കേണ്ട പാഠം എന്താണ്? പുരുഷനാണ് ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയോട് ബിഹേവിയർ ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്, ഇപ്പോൾ സ്ത്രീ എങ്ങനെയാണ് പുരുഷനോട് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം നൽകുമ്പോഴാണ് സമൂഹത്തിൽ സ്ത്രീ പുരുഷനോട് പെരുമാറുന്നത് ബന്ധപ്പെട്ടിട്ടാണോ? സ്വന്തം വീട്ടിലും ബസ്സിലും ജോലി സ്ഥലത്തും പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്ത്രീക്ക് എന്നാ പഠിപ്പിക്കാനാണ്? പഠിപ്പിക്കപ്പെടുന്നത് രാഹുൽ പറഞ്ഞാൽ ശരി, പുരുഷനെയാണ്, പുരുഷ മേധാവിത്വത്തെയാണ് പഠിപ്പിക്കേണ്ടത്. ചാരിത്രവും ഭാവശുദ്ധിയും മാനവും ഒന്നും അങ്ങനെ വാനോളം ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമൊന്നുമല്ല. എൻ്റെ ചാരിത്രം പോയി അല്ലെങ്കിൽ എൻ്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ കൊണ്ട് ചാവാൻ പറ്റില്ല. ഞാൻ ഇനിയും സമൂഹത്തെയും എൻ്റെ ജീവിതത്തെയും ബോൾഡായി ഫേസ് ചെയ്യും എന്നുള്ള ഒരു എത്തിക്സ് അവരെ പഠിപ്പിച്ചു. നമ്മുടെ മൂല്യബോധന യാത്രയിൽ നമ്മുടെ സ്റ്റുഡൻസ് പരിശീലകൻ ശീലിപ്പിച്ചത് ജീൻസ് ഇട്ട് സ്ത്രീകൾ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം പീഡനങ്ങൾ വരുന്നതെന്നാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഒന്നോ രണ്ടോ കമന്റ്സ് അടർത്തി മാറ്റി ഇതാണ് ഈ ഫീമെയിൽ ഷോവനിസം എന്ന വാക്യം ഉദ്ദേശിച്ചത്. കാരണം ഒരു വിഭാഗം ജേർണലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സ്വയം വിളിക്കുന്നവരും ഇത് ഈ നടത്തി മാറ്റി പുരുഷൻ മാത്രമാണ് കുറ്റക്കാരെന്നും പുരുഷന് മാത്രമേ തെറ്റുള്ളൂ എന്നും സ്ത്രീക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, പക്ഷേ അവളെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഷോവനിസം. അല്ല, അദ്ദേഹം പറഞ്ഞതിനെ, ആ പറഞ്ഞ പ്രത്യേക ഭാഗത്തെ അടർത്തി മാറ്റി കാണാതെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ച് സെൻസിബിലിറ്റീസും സെൻസിറ്റിവിറ്റീസും ഉണ്ട്. അത്തരം കാര്യങ്ങളെ കൂടെ ശ്രദ്ധിക്കണം എന്നൊരാൾ പറഞ്ഞ, രജത് കുമാർ അല്ല, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കില്ല. ഇനി ഒരു കാര്യം പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നതിനെ ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ പല ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ പരസ്പര സമൂഹത്തിലെ കുറെ ഡ്രസ് കോഡും സോഷ്യൽ കോഡ്സിൽ നിന്നും മാറുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഒരു ഉദാഹരണം, ഇന്ന് നോക്കിയാൽ പോലും ഒരുപക്ഷെ പീഡനമായിട്ടോ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സംസാരം ഉണ്ടെങ്കിൽ മോശ രീതി നോക്കിയാൽ പീഡനമാണ്. വളരെ പ്രൊവോക്കിംഗ് ആയി പ്രകോപനപരമായ മിനി സ്കേർട്ട് ഇട്ടൊരു കുട്ടി കോളേജിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യൻ കമന്റ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായും പയ്യൻ തെറ്റുകാരനാണ്. പക്ഷേ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ബിഹേവിയർ ആവാമായിരുന്നു. വളരെ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരുപക്ഷെ
അതെ അതെ, അതുകൊണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചത്, കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ സ്ത്രീ നഗ്നതയിൽ നിന്ന് വസ്ത്രത്തിലേക്കാണ് വന്നത്. അന്നൊക്കെ പുരുഷന്മാരുടെ ജോലി സ്ത്രീ പീഡനമായിരുന്നു. അല്ല, വളരെ വളരെ നല്ല ചോദ്യം. അല്ല, ഇത് ഈ ചരിത്രത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണണം. ഉദാഹരണം, ഗോവയിൽ ഒരു സ്ത്രീ ബിക്കിനി ഇട്ടുകൊണ്ടോ വസ്ത്രധാരണം ഇട്ടുകൊണ്ടോ കടലിൽ പോകുന്നതോ കോവളത്ത് നിൽക്കുന്നത് പോലെയോ അല്ല കോളേജിൽ വരുന്നത്. അപ്പം കോളേജിൽ എന്തുകൊണ്ടാണ് എത്രയോ സ്ത്രീകൾ ഡ്രസ് കോഡ് വേണമെന്ന് പറയുന്നു. അപ്പം മിനി സ്കേർട്ട് പോലൊരു ഡ്രസ്സ്, അല്ലെങ്കിൽ ശ്രീമതി പൂജാവേദി പണ്ട് ബോംബെയിൽ ഓടിയതുപോലൊരു ഓട്ടം ഈ നാട്ടിൽ നടത്തുകയാണെങ്കിൽ അതിന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാൽ അത് പുരുഷാധിപത്യമാണെങ്കിൽ ഞാൻ പുരുഷ മേധാവിയാണ്. സ്ത്രീയുടെ വസ്ത്രമാണോ പ്രശ്നം? കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സ്ത്രീയും പുരുഷനും തുല്യ സമത്വം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്ത്രീയുടെ വസ്ത്രമാണോ പ്രശ്നം? അല്ല, അതല്ല. എന്നിട്ട് സ്ത്രീയെ അപമാനിക്കുകയോ പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, പക്ഷേ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇവിടെ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. നമ്മുടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ വായിച്ചെടുത്തതും ആ കുട്ടിയുടെ അഭിപ്രായത്തിൽ നിന്നും കേട്ടത്. ഞാൻ എതിരഭിപ്രായം പറയുകയാണ്, ദേവി എൻ്റെ സഹോദരി സഹിക്കുക, എൻ്റെ മകളെ സഹിക്കരുത്, അല്ല തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ ആ മനുഷ്യരെ രണ്ടുപേരെ നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവർ പോയി, വണ്ടി എടുത്തുകൊണ്ട് പോയി. നിങ്ങളല്ല, രണ്ട് ആൺപിള്ളേരായിരുന്നു എന്ന് വരികിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ ശരിക്കും ഹോൺ അടിച്ച് അവരെ മാറ്റി നിർത്തി അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കാം. പക്ഷേ നിങ്ങളവരെ വെല്ലുവിളിച്ച് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ തിരിച്ചു വാടാ എന്ന് വിളിച്ചത് കൊണ്ടാണ് അവർ വന്നതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം റിപ്പോർട്ട് ചെയ്തതാണ്. സഹോദരിയുടെ സംസാരത്തിലും അവൻ തിരിച്ചു വന്നു. എന്നിട്ട് അവർ ചോദിച്ചത് ദാ എനിക്ക് ധൈര്യമുണ്ട്, ഞങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞു. പെൺകുട്ടിയെ പോടി ഒരു അസഭ്യ വർഷം തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയെ പോടി ഒരു അശ്ലീല പദം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പോഴും പലപ്പോഴും സ്ത്രീകൾ അത് കേട്ട് അതിനോട് പ്രതികരിക്കാത്തവരാണ്. ഒരു പെൺകുട്ടിയെ എടുത്ത് നോക്കി വാടി എൻ്റെ ആണത്തം എന്താന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്ന ഒരുവനോട് ഞാൻ അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് സ്ത്രീകളെ പുരുഷന്മാരെ കുറെ കൂടെ ബഹുമാനിക്കുക. 2 വീലറിലെ സ്ത്രീകളെ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് തെറ്റി തെറിഞ്ഞ് പോയാൽ അവരെ നോക്കുകയും പിന്നെ ഒരു വേറൊരു അർത്ഥത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ചോദിച്ചോട്ടെ, രാത്രി 12 മണിക്ക് ജോലി കഴിഞ്ഞിറങ്ങുന്നത് ഒരു മാധ്യമ പ്രവർത്തക ആണെങ്കിൽ കൂടി പുറത്തിറങ്ങുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും പുറത്ത് നിൽക്കുന്നവര് എന്ത് ജോലി ചെയ്യുന്നവളാണെന്നായിരിക്കും അവരെ മനസ്സിലാക്കാനും അവരെ അംഗീകരിക്കാനുള്ള ഒരു മാനസികമായ ഒരു മാറ്റം പുരുഷന്റെ ഭാഗത്ത് ഉണ്ടാവണം. മാറുന്ന കാലത്തെ ഈ ചോദിച്ച വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. IT ജോലി, BPO ജോലിയിലൊക്കെ രാത്രി വരുമ്പോൾ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. പക്ഷെ ഒറ്റ ഇതേ ഉള്ളൂ, ഈ സ്ത്രീയും പുരുഷനും കോൺട്രഡിക്ടറി അല്ല, കോംപ്ലിമെന്ററി ആണ് എന്ന പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകങ്ങളാണ്. ഈ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. യു ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അതാണ് വേണ്ടത്. പക്ഷേ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വൺ സൈഡഡ് ആവരുത്, മ്യൂച്വലി പരസ്പരം. മാഡം പറഞ്ഞതുപോലെ, അമ്മ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുകയും റെസ്പെക്റ്റ് നേടുകയും ചെയ്യണം. അതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുരുഷന്മാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പീഡനങ്ങളിലും പല സംഭവങ്ങളിലും സ്ത്രീകൾ സ്വന്തം അമ്മ പോലും വിൽപ്പന ചരക്കാക്കുന്ന സാഹചര്യങ്ങളില്ലേ? അപ്പോൾ ആ അമ്മമാരെ അടിച്ചു കൊല്ലണ്ടേ? ഒരു സ്ത്രീ ഒരിക്കലും അങ്ങോട്ട് കയറി ചെന്ന് അടിക്കില്ല, അറ്റാക്ക് ചെയ്യില്ല. നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സ്ത്രീ പ്രതികരിക്കുന്നത്.